നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന 2025 ജനുവരി മാസം മേടക്കൂറിൽ ജനിച്ച് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജാതകത്തിൽ ചന്ദ്രൻ മേടം രാശി നിൽക്കുന്നവർക്കും മേടം രാശി ജന്മലഗ്നമായിട്ട് വരുന്നവർക്കും ഇതേ ഫലം തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പൊതുഫലങ്ങൾ മാത്രമാണ്, അല്ലാതെ ആരുടെയും ജാതകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫലങ്ങളല്ല. ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനിലകൾ അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസം വരാവുന്നതാണ്. ഇനി നമുക്ക് ഫലചിന്തനത്തിലേക്ക് കടക്കാം. ആദ്യം 2025 ജനുവരിയിലെ ഗ്രഹനിലകൾ പരിശോധിക്കാം. 2025 ജനുവരി 1 തീയതി മുതൽ 14 തീയതി വരെ സൂര്യൻ ധനുരാശിയിലും 14 തീയതി മുതൽ മകരം രാശിയിലും സഞ്ചരിക്കുന്നു. ചന്ദ്രൻ 2.25 ദിവസം കൊണ്ട് രാശി മാറുന്നതിനാൽ ചന്ദ്രനെ ഇവിടെ പരിഗണിക്കുന്നില്ല. ചൊവ്വ ഇപ്പോൾ കർക്കിടകത്തിൽ വക്രത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 21 തീയതി വക്രത്തിൽ തന്നെ ചൊവ്വ മിഥുനത്തിൽ പ്രവേശിക്കുകയാണ്. ബുധൻ ജനുവരി 4 തീയതി മുതൽ 24 വരെ ധനുവിൽ സഞ്ചരിച്ച ശേഷം ജനുവരി 24 മകരത്തിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴം ഇടവത്തിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുക്രനാകട്ടെ ഇപ്പോൾ കുംഭത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുംഭത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുക്രൻ ജനുവരി 28 മീനത്തിലേക്ക് പോകുന്നു. ശനി തന്റെ മൂലക്ഷേത്രമായ കുംഭത്തിലും രാഹു മീനത്തിലും കേതു കന്നിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ഗ്രഹനിലകൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണല്ലോ. ഈ കൂറുകാരുടെ 2-ൽ വ്യാഴൻ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയുമാണല്ലോ. 2ാം ഭാവം കൊണ്ട് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങളും വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബവും ഒക്കെയാണല്ലോ. വ്യാഴനെ കൊണ്ട് ചിന്തിക്കുന്നതും പ്രധാനമായും സാമ്പത്തികപരമായ കാര്യങ്ങളുമാണല്ലോ. ഈ വ്യാഴം വക്രത്തിൽ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. മുൻപ് നമ്മൾ ചെയ്ത് പൂർത്തീകരിക്കാതെ വിട്ടിട്ട് പോന്ന ഏതെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് ഇപ്പോൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ മുൻപ് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു ജോലിയുടെ പ്രതിഫലം കിട്ടാതെ ബാക്കി കിടപ്പുണ്ടെങ്കിൽ അതും ഇപ്പോൾ ലഭിക്കുന്നതാണ്. മനസ്സിൽ ആത്മീയപരമായ കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലമാണെങ്കിലും തനിക്ക് ഇത്രയും ആത്മീയത വേണമോ എന്ന ഒരു ചിന്തയും ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഉയർന്നു വരികയും ചെയ്യും. എങ്കിലും മനസ്സിൽ നന്മയും ഭക്തിയും ഒക്കെ ഇപ്പോഴും യാതൊരു മാലിന്യവും പറ്റാതെ നിലനിർത്താനാവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മുഖത്തിന് ഒരു പ്രത്യേക തേജസ്സും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. മുഖം കുറച്ച് തിളക്കമാർന്ന് തുടുത്തു വരുന്നതുമായിരിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നവർക്ക് ഈ ജനുവരി മാസം ആ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറി അനുകൂലമായ സാഹചര്യം ഉണ്ടായി വരുന്നതാണ്. അതുപോലെ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മുഷിഞ്ഞിരുന്നവർക്കും ആ മുഷിച്ചിലുകൾ മാറി അവരുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനുള്ള ഒരവസരവും ഉണ്ടായി വരുന്നതാണ്. നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ഈ മാസം ലഭിക്കുന്നതാണ്. മാത്രമല്ല സാമ്പത്തികമായ ഒരു നേട്ടവും ഈ മാസം പ്രതീക്ഷിക്കാം. ഈ ജനുവരി മാസം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുവാനും സാധ്യതയുണ്ട്. അത് വിലപിടിച്ച ഒരു ഡ്രസ്സാകാം, അല്ലെങ്കിൽ ആഭരണമോ അലങ്കാര വസ്തുവോ ആകാം. ഈ ജനുവരി മാസം ഇലക്ട്രോണിക്സ് ഡിവൈസുകളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുന്നതാണ്. പുതിയ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ വാങ്ങാനും സാധ്യതയുള്ള സമയമാണ്. മനസ്സിന് നല്ല ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകുന്ന സമയവുമാണ്. ജനുവരി 14 വരെ പിതാവിന് ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുപോലെ നമുക്കും ചില തടസ്സങ്ങളും കാര്യവിഘ്നങ്ങളും ഉണ്ടാകാനും ഇടയുണ്ട്. എന്നാൽ ജനുവരി 14 ശേഷം എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി തൊഴിലിൽ വിജയവും ധനലാഭവും ഉണ്ടാകുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ലക്ഷ്യമിട്ടിരുന്നുവെങ്കിൽ അതും ഇപ്പോൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിലിൽ മറ്റുള്ളവരിൽ നിന്നുമുള്ള പ്രശംസ ഏറ്റുവാങ്ങുവാനും ഇപ്പോൾ സാധിക്കുന്നതാണ്. നമ്മുടെ സർവീസ് മേഖലയിൽ സഹപ്രവർത്തകരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുപോലെ ഉദരഭാഗത്ത് രോഗങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ജനുവരി 21 വരെ വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപകട സാധ്യതയുള്ള സമയമാണ്. എന്നാൽ വയർ സംബന്ധമായ ശസ്ത്രക്രിയകൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ജനുവരി 21 ശേഷം അനുകൂലമായ സമയമായിരിക്കും. ഇപ്പോൾ വിദേശയാത്രയ്ക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ജനുവരി 4 ശേഷം അനുകൂലമായ സമയമാണ്. അപ്രതീക്ഷിതമായ ഒരു ലാഭം ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. 2025 ജനുവരി മാസത്തിൽ മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നീ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിക്കും ഇപ്പോൾ നടക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഈ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.
നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.